ഗുഡ് ഈവനിംഗ് ഡേസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇന്ന് ഇന്ത്യൻ സമയം കൃത്യം 3 മണിക്ക് നിഫ്റ്റി ഏകദേശം ഒരു 250 പോയിന്റിന്റെ മുകളിലും സെൻസെക്സ് ഏകദേശം ഒരു 700 പോയിന്റിന്റെ ഒരു ഫോള് കണ്ടു. പ്രധാനമായിട്ടും ഈ ഒരു ഫോള് വാറ് ഉണ്ടാക്കുന്ന ഫിയർ അല്ല, മറിച്ച് മോർഗൻ സ്റ്റാൻലി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് MSCI എന്ന് പറയുന്ന ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ഇൻഡെക്സുകളെല്ലാം തന്നെ തയ്യാറാക്കുന്ന ഈ ഒരു സ്ഥാപനം, ഇത് ഇന്ത്യൻ നിഫ്റ്റിയുടെ വെയിറ്റേജ് 12.4 നിന്ന് 12.3 കുറച്ചു എന്നുള്ള ഒരു ന്യൂസാണ് ഇത്ര സീവിയർ ആയിട്ടുള്ള ഒരു സെൽ ഓഫിന് കാരണമായിട്ടുള്ളത്. നമുക്കറിയാം, ഇത് മാറ്റി നിർത്തിയാൽ കൂടിയും FIs ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു മാസം 35,000 കോടിക്ക് മുകളിലും, കഴിഞ്ഞ മാസം അത് 74,000 കോടിക്ക് മുകളിലും, അതിനു മുമ്പുള്ള മാസം ഏകദേശം 1,22,000 കോടിക്ക് മുകളിലും സെല്ല് നടത്തിയിട്ടുണ്ട്. ഈ ഒരു യുദ്ധ സാഹചര്യത്തിൽ ക്രൂഡ് പ്രൈസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഏവിയേഷൻ ഓയിൽ കമ്പനീസിൻ്റെ വെയിറ്റേജ് ആണ് ഈ ഒരു മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ കുറച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യുക വഴി നമുക്കറിയാം, ഈ ഒരു MSCI എന്ന് പറയുന്ന ഒരു ഇൻഡെക്സുകളുടെ മാത്രമല്ല, ഇന്ത്യയിലുള്ള പല കമ്പനീസും ഈ ഇൻഡെക്സിലേക്ക് ഇൻക്ലൂഷൻ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഇൻക്ലൂഷൻ ചെയ്യുമ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് കൂടുതൽ ഫണ്ട് വരുമെന്നും, അതുപോലെ തന്നെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യപ്പെടുമ്പോൾ ഈ ഒരു കമ്പനീസിൽ നിന്ന് ഫണ്ട് ഔട്ട്ഫ്ലോ ഉണ്ടാകുമെന്നാണ് പൊതുവേ വിശ്വസിച്ച് പോരുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റീനെ 12.4 നിന്ന് 12.3 വെയിറ്റേജ് കുറച്ച ഈ ഒരു കാര്യം നിഫ്റ്റിയിൽ നിന്ന് ഫണ്ട് ഔട്ട്ഫ്ലോ ഉണ്ടാകുമെന്നുള്ളൊരു പെർസ്പെക്റ്റീവിൻ്റെ പുറത്താണ് നിഫ്റ്റിയിൽ ഇത്ര വലിയ സെൽ ഓഫ് ഇന്ന് കണ്ടിട്ടുള്ളത്.